ചില ആളുകളിൽ എന്ത് കഴിച്ചാലും വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം വരുന്നത് എന്തുകൊണ്ട്? എന്താണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം? ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാം? എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ കെയർ സെന്റർ, കൊല്ലം. പല ആളുകളും എന്ത് അസുഖം വന്നാലും അത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാരെ പോലും അറിയിക്കാതെ സ്വയമേ ചികിത്സ തേടുകയാണ് ചെയ്യുന്നത്. സ്വയമേ തന്നെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ മേടിച്ച് അത് ഒരു തരത്തിലുള്ള കുറച്ചൊരു ഗ്യാപ്പിലേക്ക് മാത്രം മാറി നിൽക്കുന്ന രീതിയിൽ മെഡിസിൻ കഴിച്ചൊന്ന് ഒഴിവാക്കും. പിന്നെയും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് അഗെയിൻ ഒരു റിക്കറൻ്റ് ആയിട്ട് 3-4 പ്രാവശ്യം വരുമ്പോഴായിരിക്കും ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് കോസ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ക്യാൻസറിന് വരെ വഴിതിരിക്കാനുള്ള ഒരു കാരണമാണ്. എന്താണ് ശരിക്കും മലബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഒരു സമയത്ത് ഉറങ്ങുക, ഒരു സമയത്ത് എണീക്കുക, അതുപോലെ വാഷ്റൂമിൽ പോകാനായിട്ടുള്ള ഒരു അർജും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ താളം തെറ്റുക, അതായത് 48 മണിക്കൂർ തൊട്ട് 78 മണിക്കൂർ വരെയാണ് നമ്മുടെ ഒരു ഫുഡ് ഡൈജസ്റ്റ് ആയി അത് മലദ്വാരം വഴി പുറത്ത് വരാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇത് 100 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടും പുറത്ത് വരാത്ത, അതായത് ഒരു 3 ദിവസമൊക്കെ കൂടുതലും അവർക്ക് മോഷൻ ക്ലിയർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളാണ് ശരിക്കും ഉള്ളത്. എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണമോ ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ദ മദർ ഓഫ് ഓൾ ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ കോൺസ്റ്റിപ്പേഷൻ, അതായത് എല്ലാ അസുഖങ്ങളുടെയും തുടക്കം കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് കുടലിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മലം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ തുടങ്ങി ക്യാൻസർ സ്റ്റേജിലേക്ക് വരെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് അൺട്രീറ്റഡ് ആയിട്ട്, അതായത് ഇത് ട്രീറ്റ് ചെയ്യുന്നില്ല, മലബന്ധത്തിനെ അത്രയും കാര്യമായിട്ട് എടുക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പല അസുഖങ്ങളിലേക്കും ഇത് വഴിതിരിക്കാൻ വലിയൊരു കാരണമാണ്. ഇതിന് പ്രധാനമായിട്ടും ഒരു 10 കാരണങ്ങളാണുള്ളത്. നമ്മൾ ഓരോന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തേത് തന്നെ ഡയറ്റാണ്. ഡയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ എല്ലാ അസുഖവും നമുക്ക് വരും. അതായത് പ്രത്യേകിച്ചും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വെള്ളം നിറയെ കുടിക്കുന്നില്ല, അതേപോലെ എപ്പോഴും ജങ്ക് ഫുഡ്, അതായത് ഹോട്ടൽ ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴും കഴിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ വരും. അതായത് പ്രിസർവ്ഡ്, പാക്ഡ്, പ്രോസസ്ഡ് ഫുഡൊക്കെ, പിന്നെ അച്ചാറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികമായിട്ട് കഴിക്കുമ്പോൾ മലബന്ധം കണ്ടുവരാറുണ്ട്. അടുത്തൊരു റീസണാണ് ബയോളജിക്കൽ ക്ലോക്കിൻ്റെ താളം തെറ്റുക എന്നുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഡെയിലി ബേസിസിൽ ഉറക്കുന്നതും എണീക്കുന്നതും എല്ലാം ഈ ഒരു സിസ്റ്റം വഴിയാണ്. അപ്പോൾ എണീക്കുമ്പോൾ തന്നെ വാഷ്റൂമിൽ പോകാനുള്ള അർജൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഇത് വരാം, മലബന്ധം വരാം. പിന്നെ സ്ട്രെസ് അധികമായിട്ടുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി അധികമായിട്ടുള്ളവർക്ക്, പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂ, അതായത് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അർജി വന്നിട്ടുണ്ടെങ്കിലും പോകാതെ പിടിച്ചു വെച്ചിരിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും മലബന്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില മെഡിസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പറയുന്ന കോൺസ്റ്റിപ്പേഷൻ വരാം. ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട്, അതേപോലെ ഡയബറ്റിക്, തൈറോയിഡ്, ഹെർണിയ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഡയറ്റിനകത്തൂടെ തന്നെ കുറേയൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അത് വെയിറ്റ് താഴേക്ക് പുട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന മലബന്ധം വരുന്നതാണ്. പിന്നെ അമിതവണ്ണം ഉള്ളവർക്കും ഒക്കെ ഈ പറയുന്ന മലബന്ധം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു റീസണാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്, IBS. ഇങ്ങനെ ഈ ഒരു അസുഖമുള്ളവർക്ക് കുറച്ച് നാൾ, ഒരു 3-4 ദിവസം മലബന്ധമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ലൂസ് മോഷനായിട്ട് പോകും. അപ്പോൾ ഇതാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. കുറച്ച് ദിവസം മലബന്ധവും കുറച്ച് ദിവസം ലൂസ് മോഷനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്. പിന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുക, അതായത് കുടലിൻ്റെ ചലനശേഷി കുറയുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട്, എക്സർസൈസ് കുറയുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട്, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. എക്സർസൈസ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടത്തില്ല. അതേപോലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടാത്തതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ സെറട്ടോണിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ ആണ്. അപ്പോൾ ഈ ഒരു ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് കുടലിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്
അവിടുത്തെ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ പറയുന്ന സെറട്ടോണിൻ്റെ ഹാപ്പി ഹോർമോണിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അത് പ്രൊഡ്യൂസ് ചെയ്താൽ അത് തന്നെയാണ് കുടലിൻ്റെ ചലനശേഷിയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മലബന്ധം ക്ലിയർ ആവാനും ഒക്കെ ഹെൽപ്പാവും. അതേപോലെ മൈൻഡ് ആയാലും ഒന്ന് റിലാക്സ് ആവും. ആ ഒരു ദിവസം മോഷൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഗട്ടും ബ്രെയിനും ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു റീസൺ ആണ് ഇത് ടോയ്ലറ്റ് ഹാബിറ്റ്സ് പ്രോപ്പറായിട്ടില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോസ്ചർ ശരിയല്ല എന്നുണ്ടെങ്കിലും മലബന്ധം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പണ്ടൊക്കെ നോർമലി ഉള്ള ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇരിക്കുന്ന പോസ്ചർ തന്നെ വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോഴും മലബന്ധം കണ്ടുവരാറുണ്ട്. അത് ലീനായിട്ട് ഫോർവേഡ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് നട്ടൽ നിവർത്തി തന്നെ ഉപ്പൂറ്റി ഒന്നെങ്കിൽ ഉയർത്തിയിരിക്കുക, അല്ലെങ്കിൽ സ്റ്റൂൾ ഇട്ടിട്ട് അതിനകത്ത് കാല് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ മാറും. പിന്നെ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് എപ്പോഴും വിയർത്തിരിക്കും, വയറിനകത്ത് എപ്പോഴും ഭാരം പോലെ, പിന്നെ ഒന്നിനൊരു ഉന്മേഷമില്ലായ്മ, ഒന്നും ലേസിനെസ് അധികമാവും. അപ്പോൾ മോഷൻ പോവാതെ നിൽക്കുമ്പോൾ മൈൻഡും ഡിസ്റ്റർബ്ഡ് ആവും. അതേപോലെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, നമ്മുടെ പോഷകക്കുറവും, സ്കിന്നിനകത്ത് ഹെയറിനകത്തും ഒക്കെ ആ ഒരു ചേഞ്ചസ് കാണും, ഒക്കെ ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടുന്ന പോഷകങ്ങളൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, അതായത് മലബന്ധത്തിനെ എങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ്. ആദ്യത്തേത് തന്നെ ഡയറ്ററി മോഡിഫിക്കേഷനാണ്. നമ്മൾ ഒരുപാട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഒരു ചൂല് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസോലുബിൾ ഫൈബേഴ്സ് അത് കെട്ടിക്കിടക്കുന്ന മലത്തിനെ ആയാലും അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോലുബിൾ ഫൈബർ ആണെങ്കിൽ വഴുവഴുപ്പനായിരിക്കും, അതാകുമ്പോൾ സ്ലിപ്പായിട്ട് പുറത്ത് വരാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് രണ്ട് സോലുബിൾ ഫൈബർ ആയാലും ഇൻസോലുബിൾ ഫൈബർ ആയാലും മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഴക്കൂമ്പ്, വെണ്ടയ്ക്കയൊക്കെ സോലുബിൾ ഫൈബേഴ്സിനകത്ത് വരുന്നതാണ്. ഇൻസോലുബിൾ ഫൈബേഴ്സ് പറയുകയാണെങ്കിൽ തവിടുള്ള അരിയുള്ള ഭക്ഷണങ്ങളും പിന്നെ നട്ട്സും സീഡ്സും ഒക്കെ അത്യാവശ്യം നല്ല ഇൻസോലുബിൾ ഫൈബേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ പ്രോബയോട്ടിക്സ് എടുക്കുക, അതായത് അധികം പുളിയില്ലാത്ത തൈര്, പഴങ്കഞ്ഞിയൊക്കെ ഏറ്റവും നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തതാണ് ജങ്ക് ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഹോട്ടൽ ഫുഡ് ഡെയിലി ബേസിസിൽ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മലബന്ധം കണ്ടുവരാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പാക്ഡ്, പ്രോസസ്ഡ്, പ്രിസർവ്ഡ് ഫുഡൊക്കെ അധികമായിട്ട് കഴിക്കുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതേപോലെ വെള്ളം നിറയെ കുടിക്കാത്തവരിലും എക്സർസൈസ് ഇല്ലാത്തവരിലുമാണ് ഈ പ്രത്യേകിച്ചും മലബന്ധം കണ്ടുവരുന്നത്. പിന്നെ വയറിൻ്റെ ചലനശേഷി കുറവാണ്, അതായത് ബാക്ടീരിയയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അതായത് കൂടുമ്പോഴാണ്, അതായത് ആ ഒരു കുടലിൻ്റെ ചലനശേഷി കൂടുമ്പോഴാണ് അവിടെ ഡയറി ഉണ്ടാവുന്നത്. അത് ഭയങ്കരമായിട്ട് കുറയുമ്പോഴാണ് അവിടെ മലബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കൂടാനും കുറയാനും ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടലിലെ ബാക്ടീരിയാസ്, അതായത് നല്ല ബാക്ടീരിയാസാണ് ഈ പറയുന്ന ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ സെറട്ടോണിൻ തന്നെയാണ് കുടലിൻ്റെ ചലനശേഷിയെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ബാക്ടീരിയ അളവുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ അവിടെ മലബന്ധം ഉണ്ടാവാനും, അത് കൂടുതലാണെങ്കിൽ അത് ലൂസ് മോഷനിലേക്കുമാണ് പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ടോയ്ലറ്റ് ഹാബിറ്റ്സ് പ്രോപ്പറായിട്ട് നിയന്ത്രിക്കണം. കാരണം ഡെയിലി ബേസിസിൽ മോഷൻ പോകുന്നത് ഒരു ശീലമാക്കി തന്നെ മുന്നോട്ട് പോവുക. കുഞ്ഞു കുട്ടികളിലെ അത് അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കതൊരു പേടി വരും. അപ്പോൾ അവർ പിടിച്ചു വെച്ച് ആ ചെറിയ ഏജിൽ തൊട്ടേ ആ ഒരു ശീലം വളർന്നു വരുന്നവരെയും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോവാതെ മാക്സിമം ഡെയിലി അവരെയും ടോയ്ലറ്റ് ഹാബിറ്റ്സ് ശീലിപ്പിക്കുക. ദിവസവും എല്ലാവരും തന്നെയും രാവിലെ എണീറ്റ് പോകുന്ന രീതിയിലേക്ക് ശരീരത്തെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ അമിതമായിട്ടുള്ള മെഡിസിൻ്റെ ഉപയോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറയ്ക്കേണ്ടതാണ്. അത് പല ബുദ്ധിമുട്ടുകളിലേക്കും വഴിതിരിക്കാം. അത് മലബന്ധം മാത്രമല്ല, മറ്റ് പല ലോങ് ടേം സൈഡ് എഫക്ട്സ് നമുക്ക് അറിയാവുന്നതാണ് മെഡിസിൻസിൻ്റെ. അത് ആവശ്യമുള്ള കോഴ്സ് മാത്രം സ്ഥിരമായിട്ട് എടുക്കുക. അല്ലാതെ ഡോക്ടേഴ്സ് പറയാത്ത സ്ഥിതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മെഡിസിൻസ് ഉപയോഗിക്കാതിരിക്കുക.
ഇനി ഇതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് ആണ്. സിറ്റ്സ് ബാത്ത് ചെയ്യാവുന്നതാണ്. ഒരു ചരുവ എടുത്തിട്ട് വെള്ളം നിറച്ച്, സാധാരണ ഒരു വാം വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത്, നിറച്ചിട്ട് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടി മോഷൻ പോകാനുള്ള ഒരു അർജ് സ്വയമേ തന്നെ വരുന്നതായിരിക്കും. പിന്നെ മറ്റ് റെമഡിയാണ് തൈരിൽ നാരങ്ങാനീര് കുരുമുളകും കൂടെ അരച്ച് ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ജ്യൂസ് അടിച്ചിട്ട് അതും കുടിക്കാവുന്നതാണ്. ജീരക വെള്ളം കഴിക്കാവുന്നതാണ്. അയമോദക വെള്ളവും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ റൂട്ട് കോസിനെ ക്ലിയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഇത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിരിക്കും. അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിട്ട് കളയാതെ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ രീതി, എങ്ങനെയാണ് അത് എങ്ങനെയാണ് നമുക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ്. ഡയറി അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ടോയ്ലറ്റിൽ പോകുന്നത്, അത് വെള്ളത്തോട് കൂടിയ മലമായിരിക്കും പുറത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലൂസ് മോഷൻ ആണെന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ലൂസ് മോഷൻ വരാറുണ്ട്. പ്രത്യേകിച്ച് ലൂസ് മോഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഫുഡ് പോയ്സൺ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ള ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ കാരണം വയറ് ഇറിറ്റേറ്റ് ആയിട്ട് പുറത്തു പോകുന്ന ഒരു കാരണമാണ് ആദ്യത്തേത്. പിന്നെ പറയുന്ന കണക്ക് സ്ട്രെസ്സ്, അതേപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ പോലെ പോകുന്നവരുമുണ്ട്. പിന്നെ വയറിൻ്റെ ചലനശേഷി, അതായത് കുടലിൻ്റെ ചലനശേഷി കൂടുതലാണെങ്കിലും ഈ പറയുന്ന ലൂസ് മോഷൻ വരുന്നുണ്ട്. അതേപോലെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇത് വരാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ആദ്യത്തെ കുറച്ച് ദിവസം കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമായിരിക്കും. പിന്നത്തെ കുറച്ച് ദിവസം ലൂസ് മോഷനായിട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണോ അല്ലയോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ വേറെ പല ക്രോണിക് ഡിസീസുകളിലും, പിന്നെ പാങ്ക്രിയാസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതേപോലെ ലൂസ് മോഷൻ പോവാറുണ്ട്. അപ്പോൾ ലൂസ് മോഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പല ബുദ്ധിമുട്ടുകളിലേക്കും വഴിതിരിക്കും. കാരണം ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് മൊത്തവും പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർജ്ജലീകരണം ഉണ്ടാകാനും സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് ചുക്കി വരാനും, അതേപോലെ BP കുറയാനും തലകറക്കം കൂടാനും ഒക്കെ ഇതൊരു കാരണമാണ്. ഇത് നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മരണത്തിന് വരെ കാരണമായേക്കാം. ഈ വരുന്ന വയറിളക്കം എല്ലാം തന്നെ നോർമൽ ഒരിക്കലും അല്ല. അപ്പോൾ ആദ്യം തന്നെ എന്ത് രീതിയിലാണ്, എത്ര നാളാണ് വയറിളക്കം എന്ന് നോക്കാം. ഇപ്പോൾ 1-2 ആഴ്ചയിലുള്ള വയറിളക്കം ആണെങ്കിൽ, അതായത് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് കാരണം, അമിതമായിട്ടുള്ള ഉപയോഗം കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ, പാരസൈറ്റിക് ഇൻഫെക്ഷനോ, അല്ലെങ്കിൽ ഇതുമല്ല ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഡയറിയൊക്കെ ആണെങ്കിൽ അത് ഒരു തരത്തിൽ വരെ നമുക്ക് ട്രീറ്റബിളാണ്. ഇനി ഇതല്ല 4 ആഴ്ചയ്ക്ക് മേലെയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ചിലപ്പോൾ പാങ്ക്രിയാസ് ഫെയിലിയർ ആയിരിക്കാം. ഇങ്ങനെ പോകുന്നവർക്ക് മലത്തിൽ കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ്, എണ്ണയുടെ കണ്ടൻറ്റൊക്കെ കണ്ടുവരാറുണ്ട്. അതേപോലെ ക്രോൺസ് ഡിസീസ്, ഇത് വയറുവേദനയോട് കൂടിയിട്ടുള്ള ഇതായിരിക്കും, മോഷനായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ക്രോൺസ് ഡിസീസ് ആണെങ്കിലും, അതായത് കുടൽ സംബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഈ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഡയറി, അതായത് മലത്തിൽ ബ്ലഡോട് കൂടി പോയിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കാം. ഇനി എന്ത് കാരണത്താലാണോ, അതായത് ഈ ചിലപ്പോൾ ഫുഡ് പോയ്സൺ അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ് ഉള്ളവർക്കും ഈ പറയുന്ന ലൂസ് മോഷൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വീറ്റിൻ്റെ പ്രോട്ടീനായിട്ടുള്ള ഗ്ലൂട്ടൻ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. ഇനി അതല്ലെങ്കിൽ പാലിൻ്റെ കണ്ടൻ്റായിട്ടുള്ള ലാക്ടോസ് ഇൻടോളറൻസ്, ലാക്ടോസ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണം ലൂസ് മോഷൻ വരാം. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ എന്താണോ അതിൻ്റെ റൂട്ട് കോസ് അത് തന്നെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അത് പെട്ടെന്നൊന്ന് മാറാനോ അല്ലെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ഉള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അത് ചിലപ്പോൾ ക്യാൻസറോ മറ്റു വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ കാരണങ്ങളാവാം. അപ്പോൾ ഇങ്ങനെ ഡയറിയ, അതായത് ഈ ലൂസ് മോഷൻ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ORS ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് എടുത്തിട്ട് അതിനകത്ത് 1/2
ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും ശരീരം. ഇനി വെറും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ അത് ചിലപ്പോൾ ലൂസ് മോഷനായിട്ട് പോവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു റെമഡി ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കട്ടൻ ചായയിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അതും കൊടുക്കാവുന്നതാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് ദിവസം മലബന്ധം വരും, പിന്നെ കുറച്ച് ദിവസം ലൂസ് മോഷൻ വരുന്നു. അപ്പോൾ ഇതിന് പ്രധാന കാരണം IBS ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ IBS ഉണ്ടാവാനുള്ള കാരണം SIBO എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നാണ്. നമ്മുടെ അതായത് വൻകുടലിനകത്തുള്ള ബാക്ടീരിയാസിൻ്റെ സ്ഥാനം മാറി അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നു കഴിയുമ്പോൾ അവിടെ അതിൻ്റെ ഓവർ ഗ്രോത്ത് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ബാക്ടീരിയ ആണെങ്കിൽ പോലും ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോൾ അത് ബാഡ് ബാക്ടീരിയയുടെ ഫങ്ഷനിങ് ആയിരിക്കും അത് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആണ് IBS ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒന്നെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയയുടെ അളവ് അവിടെ കൂടിക്കഴിയുമ്പോഴത്തേക്ക് സെറട്ടോണിൻ സെക്രീഷൻ അവിടെ കൂടുന്നുണ്ട്. ഇത് ബ്രെയിനിലേക്ക് എത്തിപ്പെടാത്തത് മൂലം ബ്രെയിനും നമ്മുടെ അതായത് സെറട്ടോണിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഹാപ്പി ഹോർമോൺ ആണ്. അത് കുടലിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് അധികമായിട്ട് സെക്രീറ്റ് ചെയ്തിട്ടായാലും അപ്പം കുടലിൻ്റെ ചലനശേഷി കൂടി ലൂസ് മോഷനായിട്ടും ഇനി കുടലിൻ്റെ ചലനശേഷി കുറഞ്ഞ് അത് കോൺസ്റ്റിപ്പേഷനായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ബ്രെയിനിൽ എത്തിപ്പെടാതിരിക്കുമ്പോൾ അവിടെ ആങ്സൈറ്റിയും ഡിപ്രഷനും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അധികമായിട്ട് ലൂസ് മോഷൻ പോയാലും അതേപോലെ മലബന്ധം പോയാലും ഈ പറയുന്ന മൈൻഡും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ IBS എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മളത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഡയറ്റിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഷുഗർ അധികമായിട്ടുള്ള ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും അത് കട്ട് ചെയ്യുക. അത് ഫ്രക്ടോസ് ഷുഗർ ആണെങ്കിൽ പോലും അത് കട്ട് ചെയ്യുക. അധികമായിട്ട് നമ്മൾ നട്ട്സ് സീഡ്സും അതേപോലെ ഇലക്കറികളും പിന്നെ വെജിറ്റബിൾസൊക്കെ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. ബട്ടർ, പിന്നെ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. തൈര്, മോരും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ കാരണത്തിന് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്